പ്രൈമലിൻ്റെ പാർട്ട് 4 ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കളിച്ചപ്പോൾ നല്ല റെസൊല്യൂഷൻ്റെയും കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ക്ഷമിക്കുക, കാരണം ഞാൻ റെക്കോർഡിങ് 480p ഇട്ടിരുന്നത് 1080pക്ക് പകരം. അപ്പം ഞാൻ അതും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ മര്യാദയ്ക്കുള്ള റെസൊല്യൂഷനിലാണ് കളിക്കുന്നത്, കൊണ്ട് തന്നെ കുഴപ്പമില്ല. 1080p ആണ് റെസൊല്യൂഷൻ ഇട്ടേക്കുന്നത് റെക്കോർഡിങ്ങിൻ്റെ. ഗെയിമിൻ്റെ അല്ല, ഗെയിമിൻ്റെ 1080p തന്നെയാണ് ഓൾറെഡി. കളിക്കാൻ ഇട്ടേക്കുന്ന റെസൊല്യൂഷൻ 1080p ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ മിഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നതിനടുത്ത് നല്ല മാമത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ അടുത്തായിട്ട് ഉള്ളൊരു മിഷനാണ് ബ്ലഡ് ടെസ്റ്റ് മാമത്തിൻ്റെ. പിന്നെ ഇവിടെ ഉള്ളതൊരു ബിഗ് ദറുവ ഫോർട്ട്. അത് അത്യാവശ്യം വെരി ഹാർഡായിട്ടുള്ള ഇതാണ്, അത് നമ്മൾ ചെയ്യുന്നില്ല. ഇതുകൊണ്ട് അത് ഹാർഡ് മിഷനാണ്. നമുക്ക് ഇവിടെ ഒരു വൂൾഫിൻ്റെ മിഷനുണ്ട്, അത് ചെയ്താലോ എന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം അതും വെരി ഹാർഡാണ്. നമുക്കെന്നാൽ ഇത് ചെയ്യാം, ഈ ഒരു മിഷൻ. അതിൻ്റെ അടുത്തായിട്ടുള്ള ഫാസ്റ്റ് ട്രാവല് ഇതാണ്. നമുക്ക് നോക്കാനാവാം. അണ്ടിൽ ഡാൻ നമ്മൾ കിടന്ന് രാവിലെ ആക്കിയിട്ട് നമ്മുടെ ചെക്കനെ റിവൈവ് ചെയ്യണം, ബ്ലഡ് ഫാങ്ങിന്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ എന്തുവായിരുന്നു ആ കരടിയുടെ പേര്, ആ കരടീനെ നമുക്ക് ടേം ചെയ്യാൻ പോകാൻ. അപ്പം അതൊരു ഹാർഡ് മിഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബീസ്റ്റ് ഏതെങ്കിലും നല്ലത് വേണം. കൊല്ലുന്ന വല്ല മിഷനും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഏതെങ്കിലും ബീസ്റ്റ് വേണം. അതുകൊണ്ട് ഞാൻ സേബർ ടൂത്തിനെയാണ് ചൂസ് ചെയ്യുന്നത്, ബ്ലഡ് ഫാങ്ങിനെ. അപ്പം ഞാൻ കാണിച്ചുതരാം എൻ്റെ ബീസ്റ്റ് മെനു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സേബർ ടൂത്തും പോയി, അതുപോലെ തന്നെ ബ്ലഡ് ഫാങ് സൈബർ ടൂത്തും ചത്തു. അതിന് ഏകദേശം എനിക്ക് 6 റെഡ് ലീഫാണ്, എൻ്റെ 2 എണ്ണേ ഉള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 6 ഇത് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാതെ കാണാം. ഞാനിപ്പോൾ 7 കളക്ട് ചെയ്ത് ഞാൻ വിളിക്കുവാണ് നമ്മുടെ ബ്ലഡ് ഫാങ്ങിനെ. വേണ്ടി തുലഞ്ഞടാ. പേടിയാ. അവനെ കണ്ടിട്ടല്ല, എന്നെ കണ്ടിട്ടാ പേടി. ഞാനിപ്പോ ഒരു ഒറ്റ അടി അടിച്ച് വിട്ടതാ. ഇതിനകത്ത് പണ്ടത്തെ ഗെയിമാണ്. അത്യാവശ്യം AI ഉണ്ട് ഗെയിമിനകത്ത്. ലൈക്ക് അവര് മറക്കത്തില്ല അങ്ങനൊന്നും പെട്ടെന്ന്. ഇപ്പൊ വന്ന ഒരു വൂൾഫ് ഗ്യാങ് ഉണ്ടല്ലോ, അവരെ ഞാൻ നേരത്തെ അടിച്ചു വിട്ടിരുന്നായിരുന്നു. ശരിക്കും ഇപ്പൊ കാറിട്ടാവോ ഇത്, പക്ഷെ നേരത്തെ നിങ്ങൾ കണ്ടില്ല അവന്മാർ ചുമ്മാ പോയത് ഇവന്മാര്. കാരണം ലൈക്ക് അവന്മാരെ ഞാൻ നേരത്തെ അടിച്ചതാണ് തീ വെച്ച്. അപ്പൊ അവന്മാര് മറക്കത്തില്ലത്. അവന്മാര് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒരു പന്നിയുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം നമ്മുടെ ചെക്കനുമായി നമ്മുടെ എനിക്ക് റൈഡ് ചെയ്യാനും പറ്റും. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഗൈസ്, ഞാന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ എന്റെ ബീസ്റ്റ് തിരിച്ച് മെനുവിലോട്ട് പോയി അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്യണമോ എന്ന്. ആക്ച്വലി നമ്മൾ ഒരു സ്ഥലത്തോട്ട് അപ്പം നമ്മള് ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെറുക്കനെങ്കിൽ നമ്മുടെ കാര്യം പോകും. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു ബ്ലഡ് ഫാങ് സൈബർ ടൂത്തിന്റെ സെയിം അങ്ങനത്തെ മിഷൻ ചെയ്യാൻ പോയപ്പം ചെയ്യാൻ പോയപ്പം ഇതുപോലെ തന്നെ ഒരു ഗെയിമിനകത്തുമായിരുന്നു. എന്റെ വഴി തെറ്റുന്നു. ഒറ്റയ്ക്കോ വിത്തൗട്ട് എനി ബീസ്റ്റ് പിന്തുടർന്ന് പോകാം.
ഇതാണോ ഗ്രേറ്റ് കാശ്മീർ? ഇവന്മാര് അലറിക്കണം. അവിടെ പോയി ചത്ത് കിടക്കാൻ. ആക്ച്വലി ഇവിടെ ഡേറ്റ് ചെയ്തു. ആക്ച്വലി ഒരു ഗെയിം റെക്കോർഡിംഗ് ടൈം 2 hours ആണ്. കുറച്ച് ടൈമല്ലേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ നമ്മൾ പറയും. ബട്ട് അത് കളിച്ചവന്റെ വില, അത് ഈ ഗെയിം കളിച്ചാലേ ഗെയിമിന്റെ വില നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ചെറുക്കൻ്റെ വീഡിയോ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചെറുക്കൻ നമ്മളങ്ങനെ തീം ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ശിവന്റെ പവർ നിങ്ങൾ കണ്ടോ? ബ്ലഡ് ഫാങ്ങിനെ ഞാൻ ഫുള്ള് ഫുഡും കൊടുത്ത് റെഡി ആക്കിയിട്ടും ഇവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവൻ ഇജാതി സാധനം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.